അല്ല അജിംസെ ഗോവിന്ദമാഷ് അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മണ്ണാർക്കാട് കുന്തിപ്പുഴയിലുള്ള LDFന്റെ സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് മാത്രമാണ്. ആ ഒരു വോട്ട് ചെയ്ത സഖാവിനെ പാർട്ടി നടപടിയെടുക്കാൻ പോവുക. അത് എന്തുകൊണ്ടാണ്? അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ഇവരുടെ വോട്ട് പോയി എന്ന് ചോദിക്കുമ്പോൾ അടിത്തറ തകർന്നിട്ടില്ല എന്ന് പറയാം. ശബരിമല ശാസ്താവിന്റെ സന്നിധാനത്തെ അടിത്തറ പോലും ഇവർ കയറ് കെട്ടി വലിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടെന്ന് നാട്ടുകാർക്ക് തോന്നിയപ്പോഴാണ് ഈ പാർട്ടിക്ക് ഇത്രയും കോട്ടം സംഭവിക്കുന്നത്. ഇവരുടെ അടിത്തറ തകർന്നിട്ടില്ലെന്ന് ഇവർ ഇനിയും പറയണം. അപ്പോൾ പാട്ടുണ്ടാക്കിയതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. SIT ഇവർക്ക് വിശ്വാസമാണോ, കോടതിയെ വിശ്വാസമാണെന്ന് ഞാൻ ചോദിക്കുക. CPMന്റെ ഉന്നത നേതാക്കന്മാർ, ജില്ലാ കമ്മിറ്റി അംഗം, മുൻ MLA അടക്കമുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജയിലിൽ പോയത് എന്തിന്റെ പേരില? ശബരിമല ശാസ്താവിന്റെ സ്വർണം കട്ട കേസില. ഇവർ ഒന്നുകിൽ പറയണം SITയും കോടതിയും ഞങ്ങൾക്ക് വിശ്വാസമാണ്, ഈ സഖാക്കന്മാരെ പുറത്താക്കണം. അല്ലെങ്കിൽ സംഘടനാപരമായി നടപടിയെടുക്കണ്ടേ? അല്ലെങ്കിൽ ഇവർ പറയണം SITയും കോടതിയും ഞങ്ങൾക്ക് വിശ്വാസമല്ല, ഈ സ്വർണം കക്കാൻ ഒത്താശ ചെയ്ത സ്വർണം കട്ട സഖാക്കന്മാരെയാണ് വിശ്വാസമെന്ന്. ഏതെങ്കിലും ഒരു അഭിപ്രായം വേണ്ട അജീബ്? രണ്ട് അഭിപ്രായം പറയാതെ കുറ്റപത്രം കൊടുക്കട്ടെ, ശിക്ഷിച്ചിട്ടില്ലല്ലോ എന്നൊക്കെയാണ് നിലപാട്. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി ഒരു കാര്യം കൂടി ഇവർ പറയുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ, കുഞ്ഞിക്കണ്ണൻ മാഷ് വലിയ പ്രയാസപ്പെടുകയാണ് ന്യായീകരിക്കാൻ. വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായം പറയാൻ CPMന്റെ സംസ്ഥാന ഭാരവാഹികൾക്കും സെക്രട്ടറിക്കും പിണറായി വിജയനും പോളിറ്റ് ബ്യൂറോ മെമ്പർമാർക്കും പറ്റുന്നില്ല. പണ്ട് കേരള തൊഗാഡിയ എന്ന് വിളിച്ച പിണറായി വിജയന് ഇന്ന് വെള്ളാപ്പള്ളിയെ കാണുമ്പോൾ നാവ് തളർന്ന് വിധേയത്വത്തിലിരിക്കുക. അതിന് കുഞ്ഞിക്കണ്ണൻ മാഷ് പറഞ്ഞത് സങ്കീർണ രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നമെന്ന്. അതിന്റെ അർത്ഥം അടിമ സമാനമായ വിധേയത്വം എന്നാണ്. വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് കേരളത്തിലെ പല വർഗീയവാദികളിൽ മുന്നിൽ നിൽക്കുന്ന ഒരു വർഗീയവാദി തന്നെയാണ്. മലപ്പുറത്തെ മുസ്ലിങ്ങൾ മോശക്കാരാണെന്ന്, കോട്ടയത്തെ ക്രിസ്ത്യാനികൾ മോശക്കാരാണെന്നൊക്കെ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെ ചുമന്നു കൊണ്ടുപോയി കേരളത്തിന്റെ 1-ാം നമ്പർ കാറിൽ കൈപിടിച്ച് ആ ആഗോള അയ്യപ്പ സംഗമത്തിൽ കൊണ്ടുപോയി. നിങ്ങൾ വെള്ളാപ്പള്ളി വർഗീയവാദിയാണെന്ന് നിങ്ങളുടെ UDF കൺവീനറെ കൊണ്ട് നിങ്ങൾക്ക് പറയിക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങിൽ നിങ്ങളുടെ ആളുകളും ഉണ്ടായിരുന്നു, MLAമാരും MLAമാരും MP മാരും. അല്ല അജിംസെ, അതിലൊരു കാര്യമുണ്ട്. വെള്ളാപ്പള്ളിയെ കൊണ്ടുപോയി മലപ്പുറത്തെ മോശമാക്കി ചിത്രീകരിച്ച മലപ്പുറം ജില്ലയിൽ പ്രതിപക്ഷമില്ലാത്ത രീതിയിൽ CPMും LDFും തകർന്നതിന്റെ കാരണം എന്താണെന്ന് പരിശോധിക്കണം. അടിത്തറ തകർന്നിട്ടില്ലെന്ന് പറഞ്ഞേ. ഇനി വെള്ളാപ്പള്ളി വർഗീയവാദമാണോ പറയുന്നത് എന്ന് സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെ കുഴപ്പമുണ്ട്? കേരളത്തിലെ പൊതു മനസാക്ഷിയെ കൃത്യമായിട്ട് അറിയാം. വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്ന സ്ഥാനം അത് SNDP ജനറൽ സെക്രട്ടറിയുടെ സ്ഥാനമാണ്. അതൊരു മഹത്തായ സ്ഥാനമാണ്. അത് ഒരുപാട് മഹാരഥന്മാരിരുന്ന സ്ഥാനമാണ്. ഒരാൾ മഹാരഥന്മാരിരുന്ന സ്ഥാനത്തിരുന്നത് കൊണ്ട് അയാൾ മഹാരഥനാകും എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ആ വ്യക്തി എടുക്കുന്ന നിലപാടുകൾ അത് വർഗീയമാണെങ്കിൽ വർഗീയമാണെന്ന് തുറന്നു പറയാനുള്ള ആർജവം ഉണ്ടാവണം. പലരും പതിഞ്ഞു പറയുന്നുണ്ടാവും, ചിലർ പറയാതിരിക്കുന്നുണ്ടാവും. പക്ഷെ കോൺഗ്രസിന്റെ UDFന്റെ പ്രഖ്യാപിത നിലപാട് എന്താണെന്ന് കേരളത്തിൽ അധികം പേർക്ക് സംശയം ഉണ്ടാകാൻ കാര്യമില്ല. പിണറായി വിജയൻ 1-ാം നമ്പർ സ്റ്റേറ്റ് കാറിൽ കൈപിടിച്ച് കയറ്റിയ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദമാണ് കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വർഗീയവാദം പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ചു കൊണ്ടുപോകുന്ന പിണറായി വിജയന് കേരളത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള മുഴുവൻ പൗരന്മാരും കൊടുത്ത മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്. പൗരപ്രമുഖന്മാരെ അരച്ച അണ്ടിപ്പരിപ്പിൽ പുഴുങ്ങിയ ചിക്കൻ കറി കൂട്ടി പ്രാതൽ കൊടുക്കാൻ വേണ്ടി തിരക്ക് കൂട്ടുന്ന പിണറായി വിജയൻ പൗരപ്രമുഖന്മാരെ തീറ്റിപ്പോറ്റിയപ്പോൾ പൗരന്മാർ ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവിധി രേഖപ്പെടുത്തിയതാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ കണ്ടത്. ഇവർ കുറെ ദിവസം മുമ്പ് ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ 500-ലധികം സീറ്റുകളിൽ പഞ്ചായത്തുകളിൽ ഉണ്ടല്ലോ, നിങ്ങൾ 300-ലധികമല്ലേ ഉള്ളൂ. നേരെ തിരിഞ്ഞില്ലേ? 2010 ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗം, ഗൗരിയമ്മയുടെ JSSന്റെ ഒരു വിഭാഗം, അതുപോലെ MVRന്റെ പാർട്ടിയുടെ ഒരു വിഭാഗം, ഇതൊക്കെ ഇന്ന് LDFിലുണ്ട്. എന്നിട്ട് പോലും UDF വലിയ വിജയം നേടിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ഏത് പക്ഷത്താണെന്ന് ഇവർക്ക് തിരിച്ചറിവുണ്ടാവണം. ജനങ്ങളെ ഇവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ഇവർ ഇപ്പോഴും വർഗീയവാദികളുടെ പുറകെ പോകുക. ഒരു കാര്യം കൂടി പറയട്ടെ. ഈ മണ്ണാർക്കാട് കുന്തിപ്പുഴയിലെ LDFന്റെ വോട്ട് എവിടെ പോയി എന്ന് പറയണ്ടേ കുഞ്ഞിക്കണ്ണൻ മാഷെ? അത് പറയണ്ടേ? നിങ്ങൾ കേരളത്തിൽ സൗകര്യം പോലെ പല സ്ഥലത്തും നിങ്ങൾ ഒത്താശ ചെയ്യുന്നു. പക്ഷെ ജനങ്ങളെ, സാധാരണക്കാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. സാധാരണക്കാരുടെ ഏത് പ്രശ്നമാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്? നിങ്ങൾ ചർച്ച ചെയ്തത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ജനങ്ങൾ ചിന്തിക്കുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു. ആ തെറ്റിദ്ധാരണ ജനങ്ങൾ തിരുത്തി തന്നാണ് ഈ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടിലൂടെ കാണാൻ കഴിഞ്ഞത്.